നമസ്കാരം. ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം എന്ന പ്രോഗ്രാമിൽ ഇന്ന് അതിഥിയായിട്ടെത്തുന്നത് മലയാളികൾക്ക് ഒരുപക്ഷെ ഏറെ സുപരിചിതനായ ഒരു കലാകാരനാണ്. നാടകവേദിയിൽ പ്രത്യേകിച്ച് കൊല്ലം ഉപാസനയുടെ ഉദയം കിഴക്ക് തന്നെ എന്ന നാടകത്തിൽ വളരെ വ്യത്യസ്തമായ ക്യാരക്ടർ, അത് ഞാൻ ആരാന്ന് പറയുന്നില്ല, അദ്ദേഹം തന്നെ പറയും. അങ്ങനെയൊക്കെ ഏറെ ശ്രദ്ധേയനായ ഒരു കലാകാരനാണ്. തുടർന്ന് മലയാള സിനിമയിൽ ചെറുതും വലുതുമായ വേഷങ്ങളിലൂടെ തിളങ്ങിയ വ്യക്തിയാണ്. മറ്റാരുമല്ല, ഞങ്ങളൊക്കെ ആലപ്പുഴക്കാർ, പ്രത്യേകിച്ച് പുന്നപ്രക്കാർ അമ്പുചേട്ടൻ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന പറവൂർ അമ്പുജാഷൻ ചേട്ടനാണ് ഇന്നത്തെ അതിഥി. അമ്പുചേട്ടനോടൊരു ഒറ്റ ചോദ്യം. കലാരംഗത്ത് 20 വർഷം നാടകവേദിയിൽ നിന്ന് കുറേ സിനിമകളിൽ അഭിനയിച്ചു, സാംസ്കാരിക രംഗത്ത് ഒക്കെ പ്രവർത്തിച്ച ഒരു ജീവിതത്തിൻ്റെ നല്ല ഭാവം അങ്ങനെ തന്നെ കലാരംഗത്തിന് വേണ്ടി ചിലവഴിച്ച വ്യക്തിയാണ്. അപ്പോൾ ഈ 20 വർഷത്തെ നാടക ജീവിതം അല്ലെ കലാജീവിതം എന്താണ് അമ്പുചേട്ടൻ നൽകുന്നത്? കലാകാരനായത് എനിക്ക് വളരെയധികം സംതൃപ്തിയുണ്ട്. എൻ്റെ അച്ഛനും കലാകാരനായിരുന്നു. ഞാൻ പഠിച്ചിരുന്നത് പുന്നപ്ര സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിലാണ്. ആ സ്കൂളിലെ അധ്യാപകനായിരുന്നു എൻ്റെ അച്ഛൻ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനാണ് എന്നെ നാടകത്തിൽ സംവിധാനം ചെയ്ത് അഭിനയിപ്പിച്ച വ്യക്തി. ആ നാടകത്തിൻ്റെ പേര് റെസിഡൻസി എന്നാണ്. ഒരു ഏകാംഗ നാടകമായിരുന്നു. റെസിഡൻസി എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെയാണ് ഞാൻ. അപ്പോൾ അന്ന് തൊട്ടേ എനിക്ക് ഈ കലയോടുള്ള താല്പര്യമായി. പിന്നെ കോളേജ് ജീവിതമായി. കോളേജ് ജീവിത സമയത്ത് പറവൂർ പബ്ലിക് ലൈബ്രറിയുമായിട്ടുള്ള ആ ഒരു ബന്ധം വന്ന് ലൈബ്രറിയുടെ കീഴിൽ ഞങ്ങളങ്ങനെ പല ഏകാംഗ നാടക മത്സരങ്ങൾക്ക് പോകും. അങ്ങനെ പോയി എന്നെ കണ്ട മണ്ണഞ്ചേരി അതെ, അദ്ദേഹം ഒരു നാടകത്തിൽ ജഡ്ജായിട്ട് വന്നു. എനിക്ക് നല്ല ഹാസ്യനടനുള്ള SP പണ്ട ട്രോഫി എനിക്ക് കിട്ടി. അങ്ങനെ അദ്ദേഹത്തിന് ട്രോഫി വിളിക്കുകയാണ്. അന്ന് എനിക്ക് 19 വയസ്സാണ്. 19 വയസ്സുള്ള ഞാൻ 91 വയസ്സുള്ള ഒരു വൃദ്ധൻ്റെ വേഷമാണ് അഭിനയിക്കുന്നത്. 19 വയസ്സിൽ. അതെ. ആ നാടകത്തിൻ്റെ പേര് വസുപഞ്ചകം എന്നത് ഹിറ്റ് നാടകം. ആ നാടകം വടക്കേ ജില്ലയിൽ 45ഓളം നാടകങ്ങൾ കളിച്ചു. വസുപഞ്ചകം എനിക്ക് തോന്നുന്നു ഒരു തലമുറ ശരിക്കും ഏറ്റെടുത്തതാണ്. അതെ. VC അരവിന്ദാക്ഷൻ്റെ അച്ഛൻ്റെ വേഷമായിരുന്നു ഞാൻ അഭിനയിച്ചു. അങ്ങനെ തിരിച്ച് ഞാൻ വന്നതിന് ശേഷമാണ് സുപ്രസിദ്ധ നടൻ DK ചെല്ലപ്പൻ്റെ ട്രൂപ്പിൽ അഭിനയിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. ആ ട്രൂപ്പിൻ്റെ പേര് ജന്മഭൂമി തിയേറ്റേഴ്സ്. അതിനകത്തുള്ളൊരു നാടകമായിരുന്നു. അത് ഇളയച്ചൻ എഴുതിയ നാടകം തന്നെ. അങ്ങനെ ഞാൻ കൊല്ലം നാടകവേദി പോകും. കൊല്ലം നാടകവേദി പോയി കൊല്ലം ഉപാസനയിൽ സ്ഥിരം നടനായി 10 വർഷം ഞാൻ ഉപാസനയിലായിരുന്നു. 10 വർഷം. അതായത് 10 വർഷത്തോളം ഉപാസനയിൽ. ഏറ്റവും പ്രസിദ്ധമായ നാടകം ഉദയം കിഴക്ക് തന്നെ എന്ന നാടകമാണ്. ഞാൻ എത്ര തവണ കണ്ടത് എനിക്ക് തന്നെ പിടിയില്ല. അതിനകത്ത് ആസ്മ വരുന്നവരെ എനിക്ക് ആ നാടകത്തിന് കണ്ടമാനം പാരിതോഷികം കിട്ടിയിട്ടുണ്ട്. ആ കഥാപാത്രം മറക്കത്തില്ല. അത് ഒരു ആദ്യമായിട്ട് തന്നെ എൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് അന്ന് കർത്തവാവ് ദിവസമാണ്. കർത്തവാവ് അന്ന് ആസ്മയുടെ ക്ലൈമാക്സ് ഇളകുന്ന ദിവസം ഞാനൊരു ഹരിയാന കോളനിയിൽ വാശി പിടിക്കാൻ വേണ്ടി വരിക, റെയ്ഡിങ്ങിന് വരിക. അപ്പോൾ എൻ്റെ കൂടെ ഒരു പോലീസുകാരനുണ്ട്. അപ്പോൾ തീരെ അവശനാണ് ഞാൻ. എനിക്ക് ഡയലോഗ് പറയാനൊക്കത്തില്ല, മുഴുവൻ കാറ്റിലാണ്. അപ്പോൾ അങ്ങനെ വന്ന് അവിടെ ഓടാതെ നിൽക്കുന്ന നാടോടി കമലാക്ഷിയെടുത്ത് ഞാൻ പറയും, ഇന്ന് കർത്തവാവായി പോയത് നിൻ്റെയൊക്കെ ഭാഗ്യം. ഉടനെ പോലീസുകാരൻ പൂരിപ്പിക്കും, നിൻ്റെയൊക്കെ ഭാഗ്യം. അദ്ദേഹമാണ് എൻ്റെ ഈ ഡയലോഗ് കാശ് ഫില്ല് ചെയ്ത്. ഇല്ലെങ്കിൽ നീയൊക്കെ പൊടിപൂരം. അപ്പോൾ പോലീസുകാരൻ പറയും ചാരം. ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹമാണ് ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കില്ല. എനിക്ക് മുഴുവൻ കാറ്റാണ്. അങ്ങനെയുള്ള നാടകമാണ്. അത് അപാര ക്യാരക്ടറായിരുന്നു. എനിക്ക് മറക്കാനൊക്കെ. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്ക് അമ്പുചേട്ടൻ ആ സ്റ്റേജ് വരുന്നത്, ആ ക്യാരക്ടർ ഇന്ന് ഡയലോഗ് പറഞ്ഞിട്ട് പോകുന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പഴയ പോലീസുകാരന് നിക്കറും കൂർത്ത തൊപ്പി. അഡീഷണൽ എസ് ഐ കിണി എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. അങ്ങനെ എല്ലാമായി ആ നാടകത്തിൽ ചാലക്കുടി കാസ എന്ന് പറഞ്ഞ ഫൈനാൻസ് സൊസൈറ്റികളെ ഏറ്റവും നല്ല ഹാസ്യനടനായിട്ട് ഗാലപ്പോളിലൂടെ എന്നെ തിരഞ്ഞെടുത്തു.
അങ്ങനെ ഗാലപ്പോളിലൂടെ എന്നെ തിരഞ്ഞെടുത്തു. അന്ന് ഗാലപ്പോളിലൂടെ തിരഞ്ഞെടുത്ത നല്ല നടൻ സുപ്രസിദ്ധ നടൻ തിലകൻ ചേട്ടനായിരുന്നു. നടൻ തിലകനും ഞാൻ ഹാസ്യകരണമായിരുന്നു. ഞങ്ങളൊന്നിച്ച് അന്നാണ് ആദ്യം പരിചയപ്പെടുന്നത്. അതിനുശേഷം കൊല്ലം തുളസികര, വയലാർ നാടകവേദി, ദേശികനാട് തിയേറ്റേഴ്സ്, ജന്മഭൂമി തിയേറ്റേഴ്സ്, ബ്രില്യൻ്റ് തിയേറ്റേഴ്സ്, ആശുപത്രി തിയേറ്റേഴ്സ് തുടങ്ങി പല പല ട്രൂപ്പുകളിലായിട്ട് ഏകദേശം ഒരു 30-35 വർഷക്കാലം പക്കാ പ്രൊഫഷണൽ നാടക നടനായി 4000-ഓളം വേദികളിൽ കേരള ഒട്ടാകെയുള്ള ഉത്സവപ്പറമ്പുകളിൽ ഞാൻ നാടകം കളിക്കും. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് ഈ ഗുരുപൂജ പുരസ്കാരം അമ്പുചേട്ടനെ തേടിയെത്തിയത് ഇത്രയും വർഷത്തെ ഈ സേവനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതെ, അങ്ങനെ ആ നാടക രംഗത്ത് ഞാൻ ചെയ്ത സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡാണ് 2023 ഗുരുപൂജ. മണിച്ചിത്രത്താഴ് എന്ന സിനിമയിൽ ആൽത്തറയിരുന്ന് ശ്ലോകം ചെല്ലുന്ന വൈദ്യരുടെ ഭാവം, താക്കോലെടുക്കാതെയുള്ള അതെ. അപ്പോൾ താക്കോലെടുക്കാതെ അവിടെ ഇന്നസെൻ്റ് വരും. താക്കോൽ എടുക്കാതെ എന്നല്ല, കൊടുക്കാതെ എന്ന് ചൊല്ലും. താക്കോൽ എടുക്കാതെ എന്ന് ഇന്നസെൻ്റ് പറയും. അങ്ങനെയുള്ള വേഷമാണ്. അത് ഇപ്പോഴും സൂപ്പർ. അതിന് ശേഷമുള്ള പടം മാനത്തെ വെള്ളിത്തേര്. അതിനകത്തൊരു നല്ല പോലീസുകാരൻ കൃഷ്ണൻകുട്ടി, അത് ശ്രീനിവാസൻ സാറിൻ്റെ കൂടെ ത്രൂഔട്ട് വരുന്ന റോഡാണ്. പിന്നെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിനകത്ത് ഒരു സെക്യൂരിറ്റിയുടെ വേഷം, അത് ഇന്നസെൻ്റ് ഋഷഭാവയൊക്കെയാണ് ഞങ്ങൾക്ക്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് വാവ. അങ്ങനെയുള്ള കല്യാണ ചെറുക്കനാട്ടോ. പിന്നെ പ്രിയദർശൻ സാറിൻ്റെ 2 പടത്തിൽ ഞാൻ അഭിനയിച്ചു. വെട്ട സിനിമയ്ക്കകത്ത് ദിലീപിൻ്റെ പെങ്ങളെ കെട്ടാൻ വരുന്ന വരനും, പിന്നെ കിളിച്ചുള്ള മാമ്പഴത്തിനകത്ത് ശ്രീനിവാസനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന വൈദ്യനായിട്ട്. പിന്നെ ലാൽ ജോസിൻ്റെ മീശമാധവൻ്റെ അകത്ത് പടവരങ്ങ കച്ചവടത്തിന് വരുന്ന ആ മുതലാളി. പിന്നെ പട്ടാള സിനിമയിൽ ഇതെല്ലാം നല്ല ക്യാരക്ടറുകളാണ്. അതായത് കാര്യം ചെറിയ വേഷങ്ങളാണെങ്കിലും പ്രാധാന്യമുള്ള വേഷങ്ങൾ, ആ കഥയുമായിട്ട് ബന്ധപ്പെട്ട വേഷങ്ങളിലാണ്. പിന്നെ ഈ ഏറ്റവും ഇതിനകത്ത് സിബി മലയിൽ സാറിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു. സിബി മലയിലെ പടത്തിൻ്റെ പേര് ജലോത്സവം. അതിനകത്ത് പലചര കച്ചവടക്കാരൻ ആൻ്റപ്പല്ല, അത് നല്ല വേഷമാണ്. അങ്ങനെയൊക്കെ അഭിനയിച്ചു. എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തനാണ് ഞാൻ. ഇപ്പം ചില ശാരീരികമായിട്ടുള്ള അവശതയൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ അങ്ങനെ ഇതെല്ലാം മടക്കി കുടുംബ സ്വസ്ഥം ഗൃഹമായിട്ടിരിക്കുകയാണ്. ഇനി എൻ്റെ കുടുംബാംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ അമ്മ എന്നോടൊപ്പം ഉണ്ട്. അച്ഛൻ മരിച്ചു പോയി. എൻ്റെ ഭാര്യയുടെ പേര് രമ. ഗവൺമെൻറ് സർവൻ്റായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായി. എനിക്ക് 2 പെൺമക്കളാണ്. മൂത്ത മോളുടെ പേര് മീര, അവിടെ ഭർത്താവിൻ്റെ പേര് മനോജ്. രണ്ടാമത്തെ മോളുടെ പേര് ദേവി, അവിടെ ഭർത്താവിൻ്റെ പേര് രഞ്ജിത്ത്. സന്തോഷമായിട്ട് ദേവിയും രഞ്ജിത്തും ഗൾഫിലാണ്. പിന്നെ ഇവർക്ക് 7 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മോളുടെ കുഞ്ഞിൻ്റെ പേര് അൻവിത ആരാധ്യ. ദേവിയുടെ ഇരട്ട കുഞ്ഞുങ്ങളാണ്. അവരുടെ പേര് അമേയ, അതിഥി. അങ്ങനെ സ്വസ്ഥം ഗൃഹഭരണമായിട്ട് ഇരിക്കുന്നു. എന്നെ ഈ ഒരു ചോദ്യം ഒരു ഉത്തരം എന്നെൻ്റെ ഇൻറ്റിമേറ്റായിട്ടുള്ള മധു എൻ്റെ വീട്ടിൽ വന്നതിനകത്ത് പങ്കെടുപ്പിച്ചതിൽ എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം തുറന്ന ഭാഷയിലുള്ള ആ ഒരു നന്ദിയും കടപ്പാടും. അല്ല, അമ്പുചേട്ടനോട് എനിക്ക് തോന്നുന്നു ഈ ഒറ്റ ചോദ്യത്തിലും അല്ലെങ്കിൽ ചെറിയൊരു ഉത്തരത്തിലും ഒതുങ്ങുന്നതല്ല. എങ്കിലും നമ്മുടെ ഒരു പ്രോഗ്രാമിൻ്റെ പേരും ഇതിൻ്റെ കണ്ടന്റ് ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒറ്റ ചോദ്യം മാത്രം ചോദിച്ചത്. പക്ഷേ എനിക്കൊന്ന് ഒരു ചോദ്യത്തിലൂടെ വലിയൊരു സഞ്ചാരമാണ് അമ്പുചേട്ടൻ നടത്തിയത്. കാരണം 20 വർഷത്തെ നാടക ജീവിതം, 20 അതിൽ കൂടുതലുള്ള വർഷങ്ങളുള്ള 20 അല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഏതാണ്ടോ ഈ പറഞ്ഞില്ലേ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം തൊട്ട് തുടങ്ങി എല്ലാ രംഗത്തുണ്ട്. പിന്നെ ഞങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ഞങ്ങളുടെ നാട്ടില് സിനിമാ നടന്മാർ, കലാകാരന്മാർ എന്ന് പറഞ്ഞാൽ അമ്പുചേട്ടൻ പറവൂർന്നൊക്കെ ഞങ്ങൾ അമ്പുചേട്ടൻ പുന്നപ്പറയപ്പച്ചൻ ഞങ്ങളുടെ ഓർമ്മയിൽ സിനിമാടന്മാർ നിങ്ങൾ രണ്ടുപേരും തന്നെ. പുന്നപ്പറയപ്പച്ചനും ഞാനും ഒന്നിച്ച് ഒരേ കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിച്ചതാണ്. ആദ്യമായിട്ട് നല്ല സ്നേഹബന്ധമായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല സുഹൃത്ത് അദ്ദേഹം ഈയിടെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരത്തിൽ അതിഥിയായെത്തിയ അമ്പുചേട്ടൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
വർഷങ്ങളുടെ നാടകാനുഭവം, സിനിമാ ജീവിതം, സ്വസ്ഥമായ കുടുംബജീവിതത്തിൽ ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും കലാരംഗം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൽ വാചാലനായി. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടി ഇന്നത്തെ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരത്തിലെത്തിയ എൻ്റെ നാട്ടുകാരനും ഞങ്ങളുടെ ഗുരുസ്ഥാനീയനും ഞങ്ങളുടെ സ്നേഹിതനും ഒക്കെയായ പ്രിയപ്പെട്ട അമ്പുച്ചേട്ടന് കുടുംബത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക്സ്.